വെൽക്കം ടു രജാസ്. നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആണ്. ഇന്നിപ്പം ബെഡ്ഷീറ്റ് കാണിക്കുന്ന മൊത്തം എല്ലാം കിങ് സൈസ് മാത്രം കേട്ടോ. കൂടുതലും നമുക്ക് ആ ഒരു ചോദ്യം വരുന്നതും കിങ് സൈസ് തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ് ഉള്ളവർക്കെല്ലാം തന്നെ കിങ് ആണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് തോന്നുന്നു. കുറച്ച് ആ ഒരു വലിപ്പം കൂടുതലാണെങ്കിലും അകത്തോട്ട് ടക്ക് ചെയ്തിടാൻ പറ്റും. അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കിങ് ആണ് കൂടുതൽ എല്ലാവരും ചോദിക്കാറ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രിന്റും നല്ല കേട്ടോ. 4 ഡിസൈൻ കാണിക്കുന്ന എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. മെയിൻ കളർ വരുന്നത് ഗ്രേ ആണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് മെറൂണും ഗ്രീനും ചേർത്തിട്ടാട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് അങ്ങനെ ഭയങ്കര വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ അതിൻ്റെതായ ഒരു എടുപ്പ് കിട്ടുകയും ചെയ്യും. ബോർഡറിൽ ആ സെയിം തന്നെ ഗ്രേ കളറാട്ടോ ബോർഡറിന് കൊടുത്തേക്കുന്നത്. ഒത്തിരി അങ്ങ് മങ്ങി കിടക്കത്തുമില്ല, നല്ല ഷെയ്ഡാണ്. പെട്ടെന്ന് ചെളിയാവത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പില്ലോ കവർ ഇതുപോലെ വരും. ഏകദേശം നമുക്ക് ഇട്ട് വരുമ്പോൾ അതിന് ശരിക്കും ഭംഗി മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ കാണിച്ചാലും നിങ്ങൾ ശരിക്കും ആ ഒരു ബെഡിൽ ഇട്ട് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് ഈ ഒരു ഐറ്റത്തിന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിസ് ചെയ്യാതെ മിക്ക ദിവസം തന്നെ വീഡിയോ കാണിക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിലെങ്കിൽ അത് കാണിക്കാൻ പറ്റാതെ വന്നെങ്കിലേ ഉള്ളേ. പിന്നെ നമ്പർ വരുന്നത് N113, റേറ്റ് 89. നല്ല തെളിച്ചുള്ള കളറാട്ടോ, നല്ലൊരു പീച്ചിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു പ്രിന്റ് എപ്പോഴും തന്നെ വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. ഇതിന് ഒരു പീച്ചിൻ്റെ തന്നെ ഡാർക്ക് റെഡ് മിക്സ് ആയിട്ട് ഷെയ്ഡാണ് ബോർഡർ വരുന്നത്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഇട്ട് കാണാനായിട്ട്. നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ പീച്ച് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഒരു പിങ്കിഷ് പീച്ചാണ്, നോർമൽ പീച്ചല്ല, പിങ്കിഷ് പീച്ചാണ്. ബോർഡർ വരുമ്പോഴത്തേനും ഈ ഒരു ഡാർക്ക് ടോണിലോട്ട് വരും. മൊത്തത്തിൽ നല്ല ആ ഒരു ഡിസൈൻ കാണാൻ നല്ല കേട്ടോ. മെറ്റീരിയലും നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ്. വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഐറ്റമാണ്. നമുക്ക് റൂമിനൊക്കെ പ്രത്യേക ഒരു ഭംഗിക്കൂടുതൽ വരും. ബെഡ്ഷീറ്റ് നല്ലതാണെങ്കിൽ തന്നെ മെയിൻ ആ ഒരു റൂമിൻ്റെ പോർഷൻ കവർ ചെയ്യുന്നത് ബെഡ്ഷീറ്റിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ബെഡ്റൂമിന് അത്ര ഭംഗി കൂടുതൽ നമുക്ക് ആ ഒരു ബെഡ്ഷീറ്റ് ഇടുമ്പോഴത്തേനും കിട്ടും. ഇതിൻ്റെ നമ്പർ വരുന്നത് N138, റേറ്റ് വരുന്നത് 890. ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഒരു ഗ്രീനിഷ് ബ്ലൂ കളറും പീച്ചും ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള പീച്ച് കളറുമാണ് കോമ്പിനേഷൻ വരുന്നത്. ബോർഡർ വരുന്നത് ഇതാട്ടോ, ഇങ്ങനെ വരും. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, നല്ല ഡിസൈനുമാണ്. ഇതുപോലെയാണ് പില്ലോ കവർ വരുന്നത്. എല്ലാം വെറൈറ്റി ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു ഡിസൈൻസ് എല്ലാം കൊടുത്തേക്കുന്നത്. എല്ലാം ആ ഒരു പ്രിന്റുകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇൻസ്പയർ ആയിട്ട് വരുന്ന ഒരു ഡിസൈൻസ് ആണ്. ഇത് ലീഫിൻ്റെ പാറ്റേണുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ ഇത്. അപ്പോൾ ഇത് ഓരോ മെറ്റീരിയലാണെങ്കിലും സ്റ്റാർച്ച് മുക്കി വരുന്നതാണെങ്കിൽ പോലും നമ്മൾ വാഷ് ചെയ്യും തോറും കുറച്ചുകൂടെ സോഫ്റ്റ് ആയി വരും. പ്രിന്റ് മൊത്തത്തിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത്. ഇതിൻ്റെ നമ്പർ N120, റേറ്റ് 890. ഇത് നല്ല കോമ്പിനേഷനാണ്. ഇത് സ്റ്റാർച്ച് മുക്കിയാട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഒരു ലാവൻഡറും യെല്ലോയും റെഡും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാട്ടോ. ബോർഡർ വരുന്നത് നല്ല ലാവൻഡർ ഷെയ്ഡാണ്, ഇതുപോലെ വരും. ബാക്കി അകത്തെ പ്രിന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കാണിക്കാവേ. ഇതിൻ്റെ പില്ലോ കവർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. എല്ലാം കിങ് സൈസ് തന്നെ. 100, 110 എന്നുള്ള സൈസാണ് ഇതിന് വരുന്നത്. ആവറേജ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റും. ഇത് ഡബിൾ കോട്ടിനാണെങ്കിലും ഒക്കെ പറ്റുന്ന സൈസ് തന്നെയാണ് കേട്ടോ. ഡബിൾ കോട്ടിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും. ഇതിന് അകത്തോട്ട് ടക്ക് ചെയ്തിട്ടാൽ മതി. ഇല്ലെങ്കിൽ മൊത്തത്തിൽ വിരിച്ചിടുമ്പോൾ കുറച്ച് താഴത്തോട്ട് ഈ ഒരു പോർഷൻ കിടന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് N105, റേറ്റ് 890, 890.